മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാദത്തിൽ അകപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ബോക്സ് ഓഫീസിൽ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ കുതിക്കുകയാണ്. സമാനതകളില്ലാത്ത കളക്ഷൻ റെക്കോർഡുകളാണ് ചിത്രം സ്വന്തമാക്കുന്നത്. ലൂസിഫറിനും എമ്പുരാനും ശേഷം കഥയ്ക്ക് അടുത്തൊരു ഭാഗം കൂടിയുണ്ടെന്ന് അണിയറ പ്രവർത്തകർ റിലീസിന് മുൻപേ വ്യക്തമാക്കിയതാണ്. പുതിയ സാഹചര്യത്തിൽ സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്ക ശക്തമാണ്. എബ്രാം ഖുറേഷിയുടെ മൂന്നാം വരവിലേക്ക് വിരൽ ചൂണ്ടിയാണ് എമ്പുരാൻ അവസാനിപ്പിക്കുന്നത്. ലൂസിഫറും എമ്പുരാനും ശേഷമെത്തുന്ന മൂന്നാം ഭാഗത്തിന്റെ പേരിനെക്കുറിച്ചുള്ള സൂചനയും എമ്പുരാനിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസിന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ അഥവാ സാത്താൻ എന്നാണ്. ചിത്രത്തിൽ ദൈവമെന്ന വിശേഷണത്തോടെയാണ് PK രാംദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പ് വിട്ട് പള്ളിയും ആശ്രമവും ഉപേക്ഷിച്ച് സാത്താന്റെ വഴിയിലേക്ക് സഞ്ചാരം തുടങ്ങിയവനാണ് ആദ്യ ഭാഗത്തിലെ നായകൻ സ്റ്റീഫൻ. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖയാണ് താനെന്ന് സ്റ്റീഫൻ തന്നെ പറയുന്നുമുണ്ട്. ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യർ സാത്താനെ ആരാധിക്കാനൊരുങ്ങുന്ന കഥകൾ പല മതഗ്രന്ഥങ്ങളിലും കാണാം. ഇവിടെ നിന്നാണ് സിനിമയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്ന ഡയലോഗ് ചിത്രത്തിൽ പ്രസക്തമാണ്. ദൈവത്തിന് നേർ താഴെയും രാജാവിനേക്കാൾ മുകളിലും നിൽക്കുന്നവൻ എന്നതാണ് എമ്പുരാൻ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. കഥയിൽ ദൈവസമാനമായി കാണിച്ച PKRന് തൊട്ടു താഴെയും നാടിൻ്റെ അധികാരം കൈയാളുന്നവർക്ക് മുകളിലുമായാണ് എമ്പുരാനിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം നിലയുറപ്പിക്കുന്നത്. മൂന്നാം ഭാഗം കഥയുടെ കൊട്ടിക്കലാശമാണ്. അവിടെ അവൻ്റെ വേഷം മറ്റൊന്നാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവെന്നാണ് ഫാദർ നെടുമ്പള്ളി അവനെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ അവൻ ഫാദറിന് നൽകുന്ന മറുപടിയിൽ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവപുത്രൻ ചെയ്ത പാപങ്ങളുടെ വിളവെടുക്കാൻ ദത്തുപുത്രൻ ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നു ഫാദർ. മാലാഖമാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലേക്ക് ദൈവം അമ്മമാരെ അയച്ചതുപോലെ ദൈവത്തിന് കടന്നു ചെല്ലാൻ അറപ്പുള്ള ഇടങ്ങളിലേക്ക് ദൈവം തന്നെ നാടുകടത്തിയ കറുത്ത മാലാഖയല്ലേ ഞാൻ. കറുത്ത മാലാഖ, മരണത്തിൻ്റെ മാലാഖ, അസ്രയേൽ. എമ്പുരാന്റെ അവസാനത്തിൽ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള സൂചനയുള്ള പാട്ടിൽ ഹമ്മിങ്ങായി കടന്നുവരുന്ന പദം അസ്രയേൽ എന്നാണ്. രണ്ടാം ഭാഗത്തിലേക്കുള്ള സൂചനയായി ലൂസിഫർ സിനിമയുടെ അവസാന രംഗം കാണിച്ച പാട്ടിൽ എമ്പുരാനെ എന്ന പ്രയോഗമുണ്ടായിരുന്നു. ഇത്തവണ അത് അസ്രയേൽ എന്നാണ്. ദൈവത്തിൻ്റെ മരണദൂതനാണ് അസ്രയേൽ. മരിച്ചയാളുടെ ആത്മാക്കളെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ അവകാശമുള്ളവൻ. ക്രിസ്ത്യൻ ഇസ്ലാമിക് സാഹിത്യത്തിലും നാടോടി കഥകളിലും ഈ പേര് വ്യാപകമാണ്. അനീതിക്കെതിരെ പ്രതികാരം ചെയ്യുന്ന നരകത്തിൻ്റെ മാലാഖയാണ് അസ്രയേൽ. എമ്പുരാൻ സിനിമയിൽ വില്ലനെ കൊല്ലുമ്പോൾ എബ്രാം ഖുറേഷി പറയുന്നത് ഇനി നമുക്ക് നരകത്തിൽ കാണാമെന്നാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ അനീതികൾക്കെതിരെ പ്രതികരിക്കാനിറങ്ങുമ്പോൾ, അവൻ പ്രതികാരത്തിനിറങ്ങുമ്പോൾ അവനെ അസ്രയേൽ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാനാകുക? എമ്പുരാൻ സിനിമ ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയും കൂടാതെ എമ്പുരാൻ തിയേറ്ററുകളിൽ വളരെ സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗമായിട്ടുള്ള സിനിമ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ സംശയത്തിലാണ്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം വരണമെന്നാണോ വരണ്ടെന്നാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.